ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്ന് നമ്മൾ നോക്കുന്നത് ഡണ്ടഡാൻ എന്ന ജാപ്പനീസ് അനിമി TV സീരീസിന്റെ സീസൺ 2 ആറാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡോട് പോകുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്യുന്ന സമയത്ത് ഈ വീഡിയോക്ക് എത്ര ലൈക്ക് ആയെന്ന് തീർച്ചയായിട്ടും താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോട്ട് സമയങ്ങളാതെ നേരെ എപ്പിസോഡിലോട്ട് പോകാം. എപ്പിസോഡ് തുടക്കത്തിൽ നമ്മൾ കാണുന്നത് സോയാ സോസ് കയ്യിലായ ജീജി ഒരു ഈവിളായി ആയി മാറുന്നതാണ്. പെട്ടെന്നാണ് അയാസ് അവന്റെ മുകളിലോട്ട് ചൂടുവെള്ളം ഒഴിക്കുന്നത്. അവന്റെ പവർ കാരണം ആ വീടിന്റെ പകുതി ഇടിഞ്ഞു പൊളിഞ്ഞ് അങ്ങ് വീഴുന്നു. ശ്രദ്ധയില്ലാതെ നടന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പറഞ്ഞ് ഐറയും ടെർബോഗ്രാനിയും അവനെ കുറ്റം പറയുന്നു. സോ അവന്റെ അടി കൊണ്ട് തെറിച്ചുപോയ ഓക്കറൂണിനോട് സോറി പറയുവാണ് ജീജി. ഇല്ലടാ, അതൊന്നും കുഴപ്പമില്ല. ഈവിളായി മുൻപത്തെ ഇതിനേക്കാൾ പവർഫുള്ളായി മാറിയിരിക്കുന്നു. ഹേയ് മുത്തശ്ശി, ഇത് കുറച്ച് ഓവർ ആവുന്നില്ലേ? ജീജിക്ക് എല്ലാ കാര്യത്തിലും ഇങ്ങനെ ശ്രദ്ധിക്കാൻ സാധിക്കില്ല. അതെ, ശരിയാണ്. ഇങ്ങനെ തന്നെ പോയാ നമുക്ക് നാളൊരു വീട് പോലും ഉണ്ടാകില്ല എന്നവർ പറയുന്ന സമയത്താണ് വളരെ വിചിത്രമായ 4 പേർ അങ്ങോട്ട് വരുന്നത്. സോ ഹയാഷി പെർഫോമൻസ് ചെയ്യാൻ വേണ്ടി വന്ന 4 പേരായിരുന്നു അത്. ഇത് കണ്ട് എല്ലാവരും അവരെ തന്നെ നോക്കി നിൽക്കുന്നു. ഹേയ്, ഇത് ഞാൻ വിചാരിച്ചതുപോലെയല്ല. ശരിക്കും ഞാൻ ഒരുപാട് എക്സൈറ്റഡ് ആണ്. ഹേയ് മുത്തശ്ശി, അവരെല്ലാം സ്പിരിറ്റ് മീഡിയംസ് ആണോ? അല്ല, അവർക്ക് ആത്മാക്കളെ തിരിച്ചറിയാൻ പോലും സാധിക്കില്ല. പക്ഷെ അവരുടെ പെർഫോമൻസ് ആണ് ദ റിയൽ ഡീൽ. അവർക്ക് അവരുടെ ശബ്ദം സ്പിരിച്വൽ വേൾഡിലോട്ട് കൊണ്ടുപോകാനുള്ള ശക്തിയുണ്ട്. അത് മാത്രമല്ല, അവർക്ക് ആത്മാക്കളെ തിരിച്ചറിയാൻ സാധിക്കില്ലെങ്കിൽ ഈ ബാധ ഒഴിപ്പിക്കുന്ന സമയത്ത് ദുഷ്ട ആത്മാക്കൾ അവരെ ശല്യം ചെയ്യില്ല എന്ന് പറഞ്ഞ മുത്തശ്ശി ആ ഈവിളായിയെ പുറത്തു കൊണ്ടുവരാനുള്ള കാര്യങ്ങളെല്ലാം തയ്യാറാക്കുന്നു. ശരി, ഇനി കുറച്ച് ആത്മാക്കളെ വെച്ച് നമുക്ക് ആർമാദിക്കാം എന്ന് പറഞ്ഞ് ബാക്ക്ഗ്രൗണ്ടിൽ ലൈസർ ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്ത് ഒരു വലിയ ബാൻഡ് തന്നെ അവർ അവിടെ തയ്യാറാക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ഒരു കിടില മെറ്റൽ കോർ സോങ് പാടുന്ന ആ ബാൻഡിനെയാണ്. അയാസെ പെർഫോമൻസ് ആണെന്ന് പറഞ്ഞു വന്ന കോമാളികളാണെന്ന് വിചാരിച്ച മോമോയും മറ്റുള്ളവരും അത് കേട്ട് ഞെട്ടുന്നു. അവരുടെ ആ പാട്ട് കേട്ട് അടുത്തുള്ള ശ്മശാനത്തിലെ ആത്മാക്കളെല്ലാം അങ്ങോട്ട് വരുന്നു. മോമോയും മറ്റുള്ളവരെല്ലാം ആ പാട്ട് കേട്ട് തുള്ളിക്കൊണ്ട് നിൽക്കുവാണ്. ജീജിയുടെ അകത്തുള്ള ആ ഈവിളായിക്ക് ആ പാട്ട് കേട്ട് സഹിക്കാൻ പറ്റുന്നില്ല. സോ സന്തോഷത്തോടെ ഇരിക്കുന്നവരെയാണല്ലോ ഈവിളായി സാധാരണ ബാധിക്കാറ്. അതുകൊണ്ട് തന്നെ അവന്റെ ബോഡി കൺട്രോൾ ചെയ്യാൻ അവനെ കൊണ്ട് സാധിക്കുന്നില്ല. ഹേയ് വേണ്ട, നിർത്ത് എന്ന് ജീജി വിളിച്ചു പറയുന്നു. ഹേയ് മോമോ, നിന്റെ സൈക്കിക് പവർ ഉപയോഗിച്ച് ഇവനെ പിടിച്ചു നിർത്ത്. ഇല്ല ഇല്ല, ഈവിളായിയെ കൊല്ലരുത് എന്നവൻ പറയുന്ന സമയത്താണ് അതിനകത്തുണ്ടായിരുന്ന ഓർമ്മകളെല്ലാം മോമോയുടെ കോറിനകത്തോട്ട് വരുന്നത്. ഇല്ല, ഈവിളായിയെ കൊല്ലരുത്. ഞാൻ അവന്റെ കൂടെ കളിക്കുമെന്ന് അവന് വാക്ക് കൊടുത്തതാ. അവൻ ആ കൂട്ടിലകപ്പെട്ട സമയത്ത് മറ്റുള്ളവരുടെ കൂടെ കളിച്ച് ഹാപ്പി ആയിരിക്കണമെന്ന് അവൻ ആഗ്രഹമുണ്ടായിരുന്നു. അതിനുവേണ്ടി അവൻ ഒരുപാട് കാത്തിരുന്നു. പക്ഷെ പുറത്തു വന്നതിന് ശേഷവും വീണ്ടും അവൻ മരിക്കാൻ പോകുന്നു. അതൊരിക്കലും സഹിക്കാൻ പറ്റാത്തതാണ്. ഞാൻ ശ്രദ്ധിച്ചോളാം. ഞാൻ ഒരിക്കലും ഇനി തണുത്ത വെള്ളം ഉപയോഗിക്കില്ല. പ്ലീസ്, അവനെ കൊല്ലരുത് എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ജീജി. ഇതേ സമയം പ്രോഗ്രാം നടത്തുന്ന 4 പേർ അവിടെ ആർത്ത് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന തീയെല്ലാം അണച്ച് മുത്തശ്ശി അവരുടെ അടുത്തോട്ട് പോകുന്നു. ശരി, നമുക്ക് ഇത് ഇവിടെ വെച്ച് നിർത്താം. ഇവളായി ഇനി മുതൽ എന്റെ ഫാമിലിയിലെ ഒരാളാണ്. ഇത് കേട്ട് ആർക്കും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. നിങ്ങളെ ഇത്രയും ദൂരം കൊണ്ടുവന്ന് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചതിന് എന്നോട് ക്ഷമിക്കൂ എന്ന് പറഞ്ഞ് മുത്തശ്ശി അവരെ അവിടെ നിന്നും പറഞ്ഞു വിടുന്നു. ഇല്ല, ഒരിക്കലുമില്ല. അവന്റെ ഉള്ളിലുള്ളതിനെ എന്നേക്കുമായി നമ്മൾ നോക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? അവന്റെ സ്വാർത്ഥത കാരണം എന്നേക്കുമായി എന്റെ സമയം വെറുതെ പാഴാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ഐറ അവരോട് പറയുന്നു. ഇല്ല, ആ ഈവിളായി എങ്ങനെ പിടിച്ചു നിർത്താമെന്ന് ഞാൻ പഠിച്ചിരിക്കും. ഞാൻ അവനെ പിടിച്ചു നിർത്താൻ സാധിക്കുന്ന അത്രയും സ്ട്രോങ് ആയി മാറിയാൽ പിന്നെ അവൻ ട്രാൻസ്ഫോം ആയാലും അതൊരു പ്രശ്നമായിരിക്കില്ല. എന്താ, ശരിയല്ലേ എന്ന് ഓക്കറൂൺ അവരോട് ചോദിക്കുന്നു. ഹേയ് ഓക്കറൂൺ, നീ എന്താ ഈ പറയുന്നേ? അതിന് നീ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. സമാധാനത്തോടെ ഒന്ന് ഉറങ്ങാൻ പോലും നിന്നെ കൊണ്ട് സാധിക്കില്ല. തീർച്ചയായിട്ടും നിന്റെ ജീവൻ അപകടത്തിലാകും. എനിക്കറിയാം, പക്ഷേ അവൻ എന്റെ ഫ്രണ്ടാണ്. എനിക്ക് അവന് വേണ്ടി അത് ചെയ്തേ പറ്റൂ. ഇത് കേട്ട് അയാസയും തന്റെ കൂടെ ഉണ്ടെന്ന് അവനോട് പറയുന്നു. അങ്ങനെയെങ്കിൽ ഞാനും ഉണ്ട്. നിന്നെക്കാൾ സ്ട്രോങ് ആയി ഞാൻ അവനെ പ്രൊട്ടക്ട് ചെയ്യും എന്ന് ഐറയും വിളിച്ചു പറയുന്നു. സോ ഓക്കറൂന്റെ ആ സ്നേഹം കണ്ട് ജീജി അവനെ കെട്ടിപ്പിടിക്കാൻ വേണ്ടി വിളിക്കുന്നു. പെട്ടെന്നാണ് അവിടെ മഴ പെയ്യുന്നത്. തന്റെ അടുത്തോട്ട് വന്ന ഓക്കറൂണിന് ഒറ്റ ഇടി ഇടിക്കുവാണ് ജീജി. പിന്നീട് നമ്മൾ കാണുന്നത് അയാഷി പെർഫോമൻസ് ചെയ്യാൻ വേണ്ടി വന്ന അവർ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കണമെന്ന് പറഞ്ഞ് അവരുടെ കാർഡ് കൊടുക്കുന്നതാണ്. തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ ഒരു പക്ഷെ നിങ്ങളെ ഞങ്ങൾ വിളിച്ചേക്കും എന്ന് പറഞ്ഞ അയാസെ അത് മേടിക്കുന്നു. സോ അവർ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് അവർ അവിടെ നിന്നും പോകുന്നു. അങ്ങനെ പൊളിഞ്ഞുപോയ ആ വീട് കുറച്ച് കാർഡ്ബോർഡ് ബോക്സ് ഒക്കെ വെച്ച് ശരിയാക്കുവാണ് അവർ. പിന്നീട് മുത്തശ്ശി ആ ഈവിളായിയെ സ്വയം നിയന്ത്രിക്കാൻ എങ്ങനെയൊക്കെ സാധിക്കുമെന്ന് ജീജിക്ക് പറഞ്ഞു കൊടുക്കുന്നു. സോ അവന്റെ ചീ പുറത്തു കൊണ്ടുവന്ന് അവന്റെ ബോഡിയെ തന്നെ കൺട്രോൾ ചെയ്യാൻ മുത്തശ്ശി അവനോട് പറയുന്നു. എന്നാൽ അവനെ കൊണ്ട് അത് സാധിക്കുന്നില്ല. ഹേയ് ജീജി, ഇത് നോക്ക്.
നീ എത്രത്തോളം എന്നെ അനക്കാൻ ശ്രമിച്ചാലും ഞാൻ വിചാരിക്കാതെ എന്നെ അനക്കാൻ ആരെക്കൊണ്ടും സാധിക്കില്ല. ഇത് കേട്ട് ജീജി അയാസയെ പിടിച്ച് അനക്കാൻ ശ്രമിക്കുന്നു. അവൾ പറഞ്ഞതുപോലെ അവൾ അനക്കാൻ അവനെ കൊണ്ട് സാധിക്കുന്നില്ല. ഇത് ചെയ്യാൻ നിനക്ക് വളരെ മടിയായിരുന്നു, പക്ഷെ പിന്നീട് നീ അത് പഠിച്ചു. പക്ഷെ ഇതുകൊണ്ട് ആവശ്യമുണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഓ, പണ്ട് നീ സ്കൂളിൽ വളരെ വിചിത്രമായി നടന്നിരുന്നത് ഇതിനു വേണ്ടി ആയിരുന്നല്ലേ? അതെ, ഇത് കാരണമാണ് എനിക്ക് സൈക്കിക് പവർ ഉപയോഗിക്കാൻ സാധിക്കുന്നത്. ഹേയ്, നീ ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നിനക്കും സ്പിരിച്വൽ എനർജി ഉപയോഗിക്കാൻ സാധിക്കും. നിന്റെ സ്പിരിച്വൽ എനർജി അളക്കാൻ സാധിക്കാത്ത അത്രയുമുണ്ട്. ആ എനർജി ഉപയോഗിച്ച് ഈവളായിയെ സ്വയം നിയന്ത്രിക്കാൻ നിന്നെ കൊണ്ട് സാധിച്ചേക്കും എന്ന് മുത്തശ്ശി അവനോട് പറയുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് അവരെല്ലാവരും ഉറങ്ങുന്നതാണ്. ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി എഴുന്നേറ്റ യുജിയുടെ ശബ്ദം കേട്ട് ഓക്കറൂണും എഴുന്നേക്കുന്നു. ചൂടുവെള്ളം ഉപയോഗിച്ച് കൈ കഴുകണമെന്ന് പാതി ഉറക്കത്തിൽ പോലും ജീജിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഓക്കറൂന്റെ സഹായത്തോടെ വെള്ളത്തിന് ചൂടുണ്ടോ എന്ന് ജീജി നോക്കുന്നു. ശബ്ദം കേട്ട് അയാസയും എഴുന്നേക്കുന്നുണ്ടെങ്കിലും എല്ലാം ഓക്കെ ആണെന്ന് അവർ രണ്ടുപേരും പറയുന്നു. അങ്ങനെ വീണ്ടും അവർ ഉറങ്ങാൻ പോകുന്ന സമയത്താണ് ഒട്ടിച്ചു വെച്ച ചില കാർഡ്ബോർഡ് പറഞ്ഞു കിടക്കുന്നത് അവർ കാണുന്നത്. ജീജി, അവിടെ നിൽക്ക്, അതിൽ വെള്ളമുണ്ട് എന്ന് പറഞ്ഞ് ഓക്കറൂൺ അത് ശരിയാക്കുന്നു. എന്നോട് ക്ഷമിക്കുക, ഞാൻ കാരണമാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ക്ഷമ ചോദിക്കേണ്ട കാര്യമില്ല ജീജി. ടെർബോ ഗ്രാനി എന്റെ ഉള്ളിലോട്ട് കയറിയപ്പോ അയാസയെയും ഈ ഫാമിലിയെയും ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും അവരെന്നെ ഒരുപാട് ശ്രദ്ധിച്ചു. ഞാൻ കാരണം അവർക്കുണ്ടായ ചെലവുകളെല്ലാം തിരിച്ചു കൊടുക്കാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് പത്രം വിറ്റ് കിട്ടിയ പൈസ ഞാൻ അവർക്ക് കൊടുത്തു. പക്ഷെ അന്ന് അതെനിക്ക് അവർ തിരിച്ചു തന്നു. ഞങ്ങൾ നിന്നെ നോക്കുന്നതിൽ നിനക്ക് നന്ദിയുണ്ടെങ്കിൽ നീ ചെയ്യേണ്ടത് നിന്റെ ഇപ്പോഴത്തെ അതേ സിറ്റുവേഷനിലുള്ള ഒരാളെ നീ കാണുമ്പോൾ അവരെ സഹായിക്കുക എന്നുള്ളതാണ്. പരസ്പരം ശ്രദ്ധിക്കുക എന്നതിന്റെ അർത്ഥം അതാണ് എന്ന് മുത്തശ്ശി അവനോട് പറഞ്ഞിരുന്നു. നിന്നോടും എനിക്ക് അത് തന്നെയാണ് പറയാനുള്ളത് എന്ന് ഓക്കറൂണും പറയുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് രാവിലെ എഴുന്നേറ്റ് ഫേസ് വാഷും മോയിസ്ചറൈസറും സൺസ്ക്രീനും ഒക്കെ ഇട്ട് നിൽക്കുന്ന ഐറേനെയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്ന സമയത്ത് പല്ല് പോലും തേക്കാതെ ഓക്കറൂണും അയാസയും ഒക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. ജീജി, നീ നിന്റെ ചീ പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം എന്ന് മുത്തശ്ശി അവനോട് പറയുന്നു. അങ്ങനെ അവരെല്ലാവരും സ്കൂളിലോട്ട് പോകുന്ന സമയത്ത് ജീജി പുറകിൽ നിന്നും ടാറ്റ കാണിക്കുന്നുണ്ട്. എന്നാൽ അതൊന്നും ശ്രദ്ധിക്കാതെ ഐറ ഓക്കറിനോട് അയാസയുടെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എപ്പോഴത്തെയും പോലെ അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടാക്കുന്നു. അങ്ങനെ സ്കൂളിലെത്തിയ അയാസെ വീട് ശരിയാക്കാൻ ഒരു പാർട്ട് ടൈം ജോലിയെ കുറിച്ച് അവളുടെ ഫ്രണ്ട്സിനോട് സംസാരിക്കുന്നു. ഹേയ്, ഒരു പാർട്ട് ടൈം ജോലിക്ക് ആളെ വേണമെന്ന് എറീന പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓ, അങ്ങനെയാണെങ്കിൽ ഞാൻ അത് ചെയ്യാം എന്ന് അയാസ അവരോട് പറയുന്നു. സോ പാർട്ട് ടൈം ജോലിക്ക് പോകാമെന്ന് പറഞ്ഞ മോമോ അറിയാതെ അവളുടെ ഫ്രണ്ട്സ് എന്തോ കാര്യം പ്ലാൻ ചെയ്യുന്നു. മോമോ പാർട്ട് ടൈം ജോലിക്ക് പോയതുകൊണ്ട് ഓക്കറൂണിനോട് വീട്ടിലോട്ട് പോകാൻ അവളുടെ ഫ്രണ്ട്സ് അവനോട് പറയുന്നു. എന്നാൽ പെട്ടെന്നാണ് ഓക്കറൂണിനെ ഒരു ഡേറ്റിന് അവർ രണ്ടുപേരും വിളിക്കുന്നത്. സ്കൂളിൽ നിന്നും അവനെ പിടിച്ചു വലിച്ചോണ്ട് അവർ എങ്ങോട്ടോ കൊണ്ടുപോകുന്നു. ഹേയ്, എന്നെ വിട്, ഡേറ്റിനൊന്നും ഞാൻ വരൂല. ഇല്ല, നമുക്ക് ജസ്റ്റ് ഒരു ചായ കുടിച്ചിട്ട് വരാം. ഇല്ല, ചായ കുടിക്കാൻ പോയാലും അതൊരു ഡേറ്റ് ആവില്ലേ? ഓ, മോമോയും ജീജിയും ചായ കുടിച്ചാ അത് ഡേറ്റ് ആകുമോ? ഇല്ല, ഒരിക്കലുമില്ല. എന്നാവാ നമുക്ക് ചായ കുടിച്ചിട്ട് വരാം എന്ന് പറഞ്ഞൊരു ട്രെയിനിലൊക്കെ കയറ്റി അവനെ എങ്ങോട്ടോ കൊണ്ടുപോകുന്നു. സോ അവനെയും വലിച്ചുകൊണ്ട് കാമിഗോ സ്ട്രീറ്റിലോട്ടാണ് അവർ പോകുന്നത്. ഏയ്, എന്നെ വിട്, നിങ്ങൾ എന്നെ കൊണ്ടുപോയിട്ടും കാര്യമില്ല. ഞാനൊരു തുള്ളി ചായ പോലും കുടിക്കൂല. ഓ, നീ വേണമെങ്കിൽ കുടിച്ചാ മതി എന്ന് പറഞ്ഞ് അവനെ ഒരു റെസ്റ്റോറന്റിലോട്ട് അവർ കൊണ്ടുപോകുന്നു. അപ്പോഴാണ് അവൻ ആ കാഴ്ച കാണുന്നത്. അയാസ പാർട്ട് ടൈം ജോലി ചെയ്യുന്ന റെസ്റ്റോറന്റ് ആയിരുന്നു അത്. സോ അവർ രണ്ടുപേരുമാണ് ഡേറ്റിംഗ് ചെയ്യാൻ പോകുന്നതെന്ന് അപ്പോഴാണ് അവർക്ക് മനസ്സിലായത്. അത് കണ്ട് അവർ രണ്ടുപേരും നാണിച്ചു നിൽക്കുന്നു. സോ അവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. അടുത്ത എപ്പിസോഡ് അടുത്ത ദിവസം വരാതിരിക്കും. ബൈ.